Hello everyone, welcome to my channel. In the discussion ഒരു previous year question ആണ്. Question: A solution of HCl in water is 10% HCl by mass. Find the mole fraction of HCl in this solution. നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് HCl plus water ആണ്. ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് HCl in water is 10% HCl by mass. അവിടെ HCl 10% ആണ്, വാട്ടറും അതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 100% ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് 100% എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 10% HClഉം പ്ലസ് 90% വാട്ടറും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ആ പെർസെൻറ്റേജിന് പകരം നമുക്കിവിടെ മാസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പെർസെൻറ്റേജിന് പകരം നമ്മൾ ഗ്രാം എടുക്കുക. 100 ഗ്രാം ആണെങ്കിൽ 10 ഗ്രാം HClഉം പ്ലസ് 90 ഗ്രാം ഓഫ് വാട്ടറും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഇവിടെ കാണേണ്ടത് HClന്റെ മോൾ ഫ്രാക്ഷൻ ആണ് കാണേണ്ടത്. നമുക്കറിയാം മോൾ ഫ്രാക്ഷൻ കാണുന്ന ഇക്വേഷൻ. ഇപ്പം രണ്ട് കമ്പൗണ്ട് ഉള്ള സിസ്റ്റം A+B എന്ന് പറയുന്ന സിസ്റ്റമാണ്. അതിനകത്ത് മോൾ ഫ്രാക്ഷൻ ഓഫ് എയും മോൾ ഫ്രാക്ഷൻ ഓഫ് ബി അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ മോൾ ഫ്രാക്ഷൻ ഓഫ് A equal to number of moles of A divided by number of moles of A plus number of moles of B. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇനി അത് ഞാൻ ജസ്റ്റ് കളയുകയാണത്. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. അത് ഞാൻ എമിറ്റ് ചെയ്ത് കളയുകയാണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട HClന്റെ മോൾ ഫ്രാക്ഷൻ. അപ്പം എങ്ങനെ പറയാം? മോൾ ഫ്രാക്ഷൻ ഓഫ് HCl ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് N. നമ്പർ ഓഫ് മോൾസ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്നാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O. എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. സ്മോൾ ലെറ്ററും കൊടുക്കാറുണ്ട്. ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl, നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ 100 ഗ്രാം നമ്മൾ എടുത്തിരിക്കുന്നില്ലേ? 100 ഗ്രാമിനകത്ത് 10 ഗ്രാം ഓഫ് HClഉം 90 ഗ്രാം ഓഫ് വാട്ടറും ഉണ്ട്. നമുക്ക് എങ്ങനെ പറയാം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl ഈക്വൽ ടു ഈ 10 ഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഗിവൺ മാസ് ആണ്. അപ്പോൾ എങ്ങനെ പറയാം? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പോൾ എങ്ങനെ പറയാം? HClന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 36.5 ആണ്. അപ്പം ഗിവൺ മാസ് 10 ഡിവൈഡഡ് ബൈ 36.5 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 0.27 മോൾസ് വരും. അടുത്ത നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് സെയിം ഇക്വേഷൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. ഇവിടെ വാട്ടറിന്റെ ഗിവൺ മാസ് എന്ന് പറയുന്നത് 90 ഗ്രാം ആണ്. അപ്പോൾ എങ്ങനെ പറയും? 90 ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ് 18 ഇസ് ഈക്വൽ ടു 5 ആയിരിക്കും. 5 മോൾസ് ആയിരിക്കും വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ്. ഇനി നമുക്ക് ഇക്വേഷൻ ചെയ്യാം. മോൾ ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു മോളാർ മാസ് ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl എന്ന് പറയുന്നത് 0.27 ഓൾ ഡിവൈഡഡ് ബൈ 0.27 പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ 5 ഈസ് ഈക്വൽ ടു 0.27 ഡിവൈഡഡ് ബൈ 5.27 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.051. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, താങ്ക് യു.